കറിക്കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുവാൻ എല്ലാ വൈറ്റമിൻസും അടങ്ങിയതും എന്നാൽ തയ്യാറാക്കാൻ വളരെ എളുപ്പവുമായ ഒരു ഓംലെറ്റ് തയ്യാറാക്കിയാലോ? സ്പിനാച്ച് മഷ്റൂം ഓംലെറ്റ്. നമുക്ക് ഈ ഓംലെറ്റിനെ ഒന്ന് റിച്ച് ആക്കാം. കുറച്ച് കൂണും പിന്നെ നല്ല ചീരയിലയും ചേർത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും സൂപ്പർ എനർജി നൽകുന്ന സ്പിനാച്ച് മഷ്റൂം ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓംലെറ്റ് തയ്യാറാക്കാനായി 150 ഗ്രാമുള്ള 2 പീസ് മിൽക്കി മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒത്തിരി കാര്യങ്ങൾ മഷ്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യം ഈ മഷ്റൂമിൻ്റെ ഇതിനെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഈ പോർഷനിൽ ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ചീകി ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് ആദ്യം എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഈ ആദ്യം കാണുന്ന ഈ സ്കിന്നിലായിരിക്കും കൂടുതൽ അഴുക്കെല്ലാം ഉള്ളത്. കത്തി എടുത്തില്ലെങ്കിൽ വേണമെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ കളറൊക്കെ മാറി കുറച്ചുകൂടെ നല്ല വൈറ്റ് കളറാവും. മറ്റുള്ള കൂണിനേക്കാളും ഈ മിൽക്കി മഷ്റൂമിനാണ് കുറച്ചുകൂടി വൈറ്റമിൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഈ പോർഷനും ഇതുപോലെ ഒന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം. നമ്മൾ മഷ്റൂം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്ന ബോക്സ് മാറ്റിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഇട്ടിട്ട് അതിന്റെ അടിയിൽ ആദ്യം ടിഷ്യൂ വെക്കണം. ടിഷ്യൂ വെച്ചിട്ട് മുകളിൽ ഈ മഷ്റൂം നിരത്തി വെച്ചതിന് ശേഷം അതിന്റെ മുകളിലും കൂടി ഒരു ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് അതിന്റെ വാട്ടർ കണ്ടന്റ് എല്ലാം ടിഷ്യൂ വലിച്ചെടുക്കും. കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് 2 മഷ്റൂം ഇത്രയും പീൽ ചെയ്തെടുത്തപ്പോൾ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മഷ്റൂം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. മഷ്റൂം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഇത് കുതിർത്ത് വെക്കരുത്. കുതിർത്ത് വെച്ചാൽ ഇതിനകത്ത് കൂടുതൽ വെള്ളം ഇതിനകത്തോട്ട് കയറി കറികളിലെല്ലാം കൂടുതൽ വെള്ളമാകും. കഴുകുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിന്റെ പുറത്തിരിക്കുന്ന അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഇട്ടും കഴുകിയെടുക്കാം. ഇതിപ്പോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് ഒരു പ്രാവശ്യവും കൂടി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. നമ്മൾ മഷ്റൂം വാങ്ങിക്കഴിഞ്ഞാൽ 3 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിൽ കൂടുതൽ ദിവസം ഫ്രിഡ്ജിലായാലും വയ്ക്കരുത്. കഴിയുമെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിന്റെ അന്ന് തന്നെ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1-2 ദിവസം വയ്ക്കാം. ഒരിക്കലും ഫ്രീസറിൽ സൂക്ഷിക്കരുത്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് ഒന്ന് തുടച്ചെടുക്കാം. ഒരു വൃത്തിയുള്ള ടവൽ കൊണ്ട് ഇതിനകത്തുനിന്ന് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ കൊച്ചു കുട്ടികളെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കാം. അപ്പോൾ അവർക്കും അതൊരു ഇഷ്ടമാവും. ചെറിയ ചെറിയ പണികളിലെല്ലാം അവരെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യാം. 2 ചെറിയ ഇതും കൂടെ സ്കിന്നും കൂടെ ഇതിലിരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടെടുത്ത് മാറ്റാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. മഷ്റൂം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വെച്ചേക്കരുത്. അത്രയും പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കണം. ഇതിനകത്തിരിക്കുന്ന ഈ പോർഷനൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊന്നും കളയേണ്ടതല്ല. ഇതേപോലെ ഇത്രയുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. മഷ്റൂമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും നല്ല വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോളിനും എല്ലാം ഏറ്റവും നല്ലതാണ്. മഷ്റൂം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് എടുക്കണം. ഒട്ടും പഴക്കമുള്ളത് വാങ്ങിക്കരുത്. മഷ്റൂം ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കരുത്. കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കാൻ എടുക്കാവുള്ളൂ. കാരണം ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകും. ദഹിക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കണമെന്ന് പറയുന്നത്. കുക്കിംഗ് ടൈം ആണെങ്കിൽ ഒരു 3 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു 3-4 മിനിറ്റ് അത്രയേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ സാലഡ്സ് ഉണ്ടാക്കുമ്പോഴും മഷ്റൂം ഒരിക്കലും കുക്ക് ചെയ്യാതെ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ബട്ടറിലോ ഏതെങ്കിലും ഒന്ന് വഴറ്റിയിട്ട് വേണം സാലഡ്സിൽ ഇടാനായിട്ട്. മഷ്റൂം കൊണ്ട് എത്ര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. മഷ്റൂം മസാല ദോശ, മഷ്റൂം ബിരിയാണി, മഷ്റൂം ഓംലെറ്റ്, മഷ്റൂം ചില്ലി, മഷ്റൂം ബട്ടർ മസാല, ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മഷ്റൂംസ് എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓംലെറ്റിന് വേണ്ടിയിട്ട് ചീര ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ച ചീരയും എടുക്കാം, ചുവന്ന ചീരയും എടുക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ മുരിങ്ങയിലയും ചേർക്കാം. കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണല്ലോ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ചീരയും മുരിങ്ങയിലയും ഒന്നും കുട്ടികൾക്ക് കഴിക്കാൻ വലിയ പ്രയാസമായിരിക്കും. എനർജിയുടെ കാര്യത്തിൽ ചീരയും മുരിങ്ങയിലയും ഒക്കെ കഴിഞ്ഞിട്ടേ വേറെ ഏത് ലീഫി വെജിറ്റബിൾസും ഉള്ളൂ. കുട്ടികൾക്ക് ചില കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഗ്രീൻ ലീഫ് കഴിച്ച് സൂപ്പർ എനർജി നേടുന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുട്ടികളെ കൊണ്ട് ഇത് കഴിപ്പിക്കാൻ നോക്കണം.
ഇതാ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീര തന്നെ ഇപ്പൊ ഒത്തിരി വെറൈറ്റി കിട്ടുന്നുണ്ടല്ലോ. വേലിച്ചീര, ചുവന്ന ചീര, പാലക്ക്, അങ്ങനെ പല വെറൈറ്റി ചീര ഉണ്ടല്ലോ. അതിൽ ഏത് ചീര എടുത്താലും മതി. ഏത് ഇലക്കറിയും ഏറ്റവും നല്ലത് തന്നെയാണ്. ഇനി മഷ്റൂം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒരു പീസ് ബട്ടറാണ് എടുക്കുന്നത്. ബട്ടറോ ഒലിവ് ഓയിലോ എടുക്കാം. ബട്ടറോ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എണ്ണ വേണേലും എടുക്കാം. ആദ്യം മഷ്റൂം ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് സമയം അത്രമാത്രം മതി. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റായി കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചീരയില കൂടി ചേർത്ത് കൊടുക്കാം. ചീരയിലയും മഷ്റൂമും കൂടി ചേരുമ്പോൾ തന്നെ അറിയാം എന്തെല്ലാം വൈറ്റമിൻസ് ഇതിനകത്തുണ്ട്. നമുക്ക് നല്ല ഒരു പോഷകാഹാരമാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് ഇട്ടാൽ അങ്ങനെയും കഴിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 2 മുട്ട ചേർത്ത് എഗ് ബുർജി ആയിട്ട് അങ്ങനെയും എടുക്കാം. ഓംലെറ്റ് ആക്കിയും എടുക്കാം. മഷ്റൂമും ചീരയിലയും കറക്റ്റായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ഓംലെറ്റിന് 3 മുട്ടയാണ് എടുക്കുന്നത്. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് മുട്ട നന്നായിട്ട് അടിച്ച് നല്ല ഫ്ലഫി ആയിട്ട് എടുക്കാൻ പറ്റും. കുരുമുളകിന് പകരം നമുക്ക് വേണമെങ്കിൽ ചതച്ച മുളക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പാൻ വെച്ചു. പാൻ ചൂടായതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മഷ്റൂമും ചീരയിലയും കൂടെ വഴറ്റിയത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേറ്റഡ് ചീസ് കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികളെല്ലാം അത് കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതൊരു സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് കുക്കാകാനായിട്ട് ഒന്ന് സെന്ററിലോട്ട് വെച്ച് കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഫില്ലിങ്ങിന് വേണമെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പിനാച്ച് മഷ്റൂം ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ മഷ്റൂമിന് പകരം വേണമെങ്കിൽ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ മഷ്റൂമിന് പകരം ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് കുട്ടികൾക്ക് ഏത് രീതിയിലൊക്കെ ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. രാവിലെ ജോലി തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ ധാരാളം. ഇങ്ങനെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകാനും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഇത് ഇഷ്ടമായാൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. വാല്യുബിൾ കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു.